കായംകുളത്ത് CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായ പ്രതി വ്യാജരേഖ ഉപയോഗിച്ച് ജാമ്യം നേടിയ കേസിൽ പ്രതിയുടെ ജാമ്യം റദ്ദാക്കി കോടതി. കായംകുളം പുതുപ്പള്ളി മുൻ ലോക്കൽ കമ്മിറ്റി അംഗം സിബി ശിവരാജന്റെ ജാമ്യമാണ് റദ്ദാക്കിയത്. നിഷ ദിലീപ് ചേരുന്നുണ്ട്. നിഷ, എന്താണ് ഈ വാർത്തയുടെ വിശദാംശങ്ങൾ? കായംകുളം പുതുപ്പള്ളിയിലെ CPM മുൻ ലോക്കൽ കമ്മിറ്റി അംഗമായ സിബി ശിവരാജൻ വ്യാജരേഖ ഉപയോഗിച്ച് നേടിയ ജാമ്യമാണ് കോടതി റദ്ദാക്കിയത്. പ്രതി കായംകുളം പുതുപ്പള്ളിയിലെ മുൻ ലോക്കൽ കമ്മിറ്റി അംഗമാണ് സിബി ശിവരാജന്റെ ഇദ്ദേഹത്തെ പ്രതിയായ സിബി ശിവരാജനെ അറസ്റ്റ് ചെയ്യാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഇയാൾ ഒളിവിലാണെന്നാണ് കായംകുളം പോലീസ് പറയുന്നത്. മുൻ കാപ്പ കേസ് പ്രതി കൂടിയായ ഈ സിബി ശിവരാജനായി വ്യാജ കരമടച്ച രസീത് ഹാജരാക്കിയത് CPMന്റെ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയായ വനിതാ പഞ്ചായത്ത് അംഗം ശ്യാമ വേണുവാണ്. മറ്റൊരാളുടെ വസ്തുവിന്റെ കരമടച്ച രസീതാണ് സ്വന്തം വസ്തുവിന്റേതെന്ന് പറഞ്ഞതിന്റെ പേരിൽ ശ്യാമ സിബി ശിവരാജനെ ജാമ്യത്തിലെടുക്കാൻ വേണ്ടി കോടതിയിൽ ഹാജരാക്കി കോടതിയെ പോലും കബളിപ്പിച്ചത്. വസ്തു പഞ്ചായത്ത് അംഗത്തിന്റേതല്ല എന്ന വിവരാവകാശ രേഖ സഹിതം പുറത്തു വന്നിരുന്നു. 2 മാസം മുൻപ് ഇവർ മറ്റൊരാൾക്ക് പോക്കുവരവ് നടത്തിയ ഭൂമിയുടെ കരമടച്ച രസീതാണ് സ്വന്തം ഭൂമിയുടെ എന്ന പേരിൽ കോടതിയിൽ സമർപ്പിച്ചത്. ഇതിന് ഈ വിവരാവകാശ രേഖകളും ഒപ്പം തന്നെ പരാതിയും ഒക്കെ ലഭിച്ച സാഹചര്യത്തിൽ വില്ലേജ് ഓഫീസറോടും കോടതി റിപ്പോർട്ട് തേടിയിരുന്നു. 2015 ഒരു കേസിലാണ് സിബി ശിവരാജനെ അറസ്റ്റ് ചെയ്തത്. ഇതിന്റെ ജാമ്യം നേടുന്നതിന് വേണ്ടിയാണ് ഇത്തരത്തിൽ വ്യാജമായി കരമടച്ച ഒരു രേഖ കോടതിയിൽ ഹാജരാക്കിയത്. കഴിഞ്ഞ ദിവസം നടന്ന ബിരിയാണി ചലഞ്ച്, വയനാടിന് ഒരു കൈത്താങ് എന്ന പേരിൽ സംഘടിപ്പിച്ച ബിരിയാണി ചലഞ്ച്, അത് സർക്കാരിലേക്ക് പണമടയ്ക്കാതെ നടത്തിയ തട്ടിപ്പ് കേസിലും സിബി ശിവരാജൻ പ്രതിയാണ്. രജനി. ശരി.